ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സീക്രട്സ് പുറത്തുവരുമ്പോൾ അവയെ കവറപ്പ് ചെയ്യാൻ ബോധപൂർവം യുദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ? കഴിഞ്ഞ കുറച്ചു നാളുകളായി ലോകത്ത് നടന്ന ചില ഗ്ലോബൽ ഇവന്റ്സ് പരിശോധിച്ചാൽ ഇതിനു പിന്നിലെ കൃത്യമായ പ്ലാനിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ലോകത്തെ യഥാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യുന്നത്? വലിയ സ്കാംസ് മറച്ചുവെക്കാൻ ലോക നേതാക്കൾ വാർത്തകളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു? എപ്സ്റ്റീൻ ഫയൽസ് എന്നറിയപ്പെടുന്ന ആ രേഖകൾ ലോകത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ബില്യനയേഴ്സ്, രാഷ്ട്രീയ നേതാക്കൾ, രാജകുടുംബാംഗങ്ങൾ എന്നിവർ ഉൾപ്പെട്ട ഒരു വലിയ സെക്സ് സ്കാൻഡൽ ആയിരുന്നു എപ്സ്റ്റീൻ ഫയൽസ്. വെറും ഒരു അബ്യൂസ് കേസ് മാത്രമല്ല, പകരം ലോകം ആര് നിയന്ത്രിക്കുന്നു എന്നതിന്റെ ഓതന്റിക് റെക്കോർഡാണ് ഈ എപ്സ്റ്റീൻ ഫയലുകൾ. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ ആ 7 ദിവസങ്ങൾ ലോകം ബ്രീത്ത്ലെസ് ആയിട്ടാണ് വാർത്തകൾ കേട്ടത്. ഫെബ്രുവരി 19 എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ഗുരുതരമായ അലിഗേഷൻസും നിയമ നടപടികളും ഉണ്ടാകുന്നു. ഫെബ്രുവരി 24 ടെക് ഭീമൻ ബിൽ ഗേറ്റ്സ് എപ്സ്റ്റീനുമായുള്ള തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പരസ്യമായി അപ്പോളജൈസ് ചെയ്യുന്നു. ഫെബ്രുവരി 26 ഹിലറി ക്ലിന്റൺ കോടതിയിൽ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് നൽകുന്നു. അതേ ദിവസം തന്നെ വേൾഡ് എക്കണോമിക് ഫോറം പ്രസിഡന്റ് അപ്രതീക്ഷിതമായി റിസൈൻ ചെയ്യുന്നു. ഫെബ്രുവരി 27 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ പരിധിയിലേക്ക് വരുന്നു. ഇത്രയും പ്രമുഖർ ഒരേ സമയം പ്രതിക്കൂട്ടിലായ ഒരു സാഹചര്യം ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വാർത്തകൾ മീഡിയകളിൽ ചർച്ചയായി തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിയുന്നു. ജനങ്ങളുടെ അറ്റൻഷൻ എപ്സ്റ്റീൻ ഫയലുകളിൽ നിന്നും മാറ്റാൻ ലോകക്രമം മറ്റൊരു വഴി കണ്ടെത്തുന്നു. വാർ അവിശ്വസനീയമെന്ന് തോന്നാം, എന്നാൽ അതേ ദിവസം തന്നെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ അപ്രതീക്ഷിത അറ്റാക്ക് നടത്തുന്നത്. തൊട്ടടുത്ത ദിവസം അമേരിക്ക ഇറാന്റെ സുപ്രീം ലീഡറിനെ വധിക്കുന്നു. വെറും 48 മണിക്കൂറിനുള്ളിൽ ലോകം മറ്റൊരു വാറിന്റെ വക്കിലെത്തി. ഇതോടെ ചാനലുകളിലെ ചർച്ചകൾ ക്ലിന്റണിൽ നിന്നും ഗേറ്റ്സിൽ നിന്നും മാറി മിസൈലിലേക്കും ബോംബുകളിലേക്കും തിരിഞ്ഞു. ഇവിടെ നമ്മൾ ചില കോൺട്രഡിക്ഷൻ ശ്രദ്ധിക്കണം. കണക്കറ്റ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിച്ച് സൂക്ഷിക്കുന്ന ഒരു രാജ്യവും രഹസ്യമായി ആണവായുധങ്ങൾ ഉണ്ടാക്കി മണ്ണിനടിയിൽ സൂക്ഷിക്കുന്ന മറ്റൊരു രാജ്യവും ചേർന്ന് മറ്റൊരു സോവറൈൻ കൺട്രി ഭാവിയിൽ ആണവായുധം ഉണ്ടാക്കിയേക്കാം എന്ന് ആരോപിച്ച് അവരെ ആക്രമിക്കുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടെ 22 രാജ്യങ്ങളെ ആക്രമിക്കുകയോ സർക്കാരുകളെ ഓവർത്രോ ചെയ്യുകയോ ചെയ്ത ഒരു രാജ്യവും കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏതാണ്ട് 20,000 കുഞ്ഞുങ്ങളെ കൊന്നുതള്ളിയ മറ്റൊരു രാജ്യവുമാണ് ഇന്ന് ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. യുദ്ധങ്ങൾ വലിയൊരു ബിസിനസ് കൂടിയാണ്. ഇറാൻ സംഘർഷം മുറുകിയ അതേ ദിവസം തന്നെ OpenAI എന്ന കമ്പനിക്ക് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ നിന്നും കോടിക്കണക്കിന് ഡോളറിന്റെ പുതിയ കോൺട്രാക്ട്സ് ലഭിക്കുന്നു. മൈക്രോസോഫ്റ്റ് വഴി ഇതിന്റെ വലിയൊരു വിഹിതം എത്തുന്നത് കഴിഞ്ഞ ദിവസം മാപ്പപേക്ഷിച്ച അതേ ബിൽ ഗേറ്റ്സിന്റെ കൈകളിലാണ്. അതായത് കറപ്ഷൻ മറയ്ക്കാൻ യുദ്ധം ഉപയോഗിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ യുദ്ധത്തിലൂടെ തന്നെ വീണ്ടും പ്രോഫിറ്റ് കൊയ്യാനും ഇവർക്ക് സാധിക്കുന്നു. ഇന്ത്യയുടെ സാഹചര്യവും ഇവിടെ പ്രസക്തമാണ്. അറസ്റ്റ് വാറന്റുള്ള നേതാക്കൾ ഭരിക്കുന്ന ഇസ്രായേലിൽ എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി തിരക്കിട്ട സന്ദർശനം നടത്തിയത്? സ്പീക്കർ ഓഫ് ദ നെസറ്റ് മെഡൽ എന്ന പെട്ടെന്നുണ്ടാക്കിയ ഒരു പുരസ്കാരം നൽകിയതിന് പിന്നിൽ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്? നമ്മൾ കാണുന്ന വാർത്തകൾ ഐസൊലേറ്റഡ് ആയി കാണുമ്പോൾ അതൊക്കെ ഓരോരോ സംഭവങ്ങൾ മാത്രമായി തോന്നും. എന്നാൽ ഇവയെ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇതിനു പിന്നിലെ കൃത്യമായ ഒരു പാറ്റേൺ നമുക്ക് കാണാം. അധികാരമുള്ളവർക്ക് കോൺട്രവേഴ്സീസ് ഇല്ലാതാക്കാൻ കഴിവില്ലായിരിക്കാം, പക്ഷെ അവയെ യുദ്ധങ്ങൾക്കിടയിൽ ബറി ചെയ്യാൻ അവർക്കറിയാം. സത്യാവസ്ഥ തിരിച്ചറിയാൻ വാർത്തകൾ കാണുകയല്ല, അവയുടെ പിന്നിലെ ഹിഡൻ അജണ്ട ശ്രദ്ധിക്കുകയാണ് നാം ചെയ്യേണ്ടത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ എത്നിക് പൊളിറ്റിക്സിന് അന്ത്യമുണ്ടാകണം. ലോകത്ത് സമാധാനം പുലരണമെങ്കിൽ US സെൻട്രിക്കായ ഈ ലോകക്രമത്തിൽ മാറ്റം വരണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തും. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.